ഒരാളോട് ഹെയ്റ്റ് ഉണ്ടാകുന്ന പറയുന്നത് ഭയങ്കര നോർമൽ തിങ് ആണ്. പക്ഷെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഹെയ്റ്റ് കുറെ നാളിലേക്ക് ഉണ്ടാകുമ്പോഴാണ് കുഴപ്പം വരാൻ പോകുന്നത്. ഹെയ്റ്റ് അല്ലെങ്കിൽ ദേഷ്യം. ഈ ദേഷ്യം എന്താ? ഇറ്റ്സ് എൻ ഇമോഷൻ. ഇമോഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു എനർജി വേണം. എനർജിക്ക് ഒരു എഫേർട്ട് ഇടണം. സോ ദിസ് പേഴ്സണിന് നിങ്ങൾ എപ്പോഴും എഫേർട്ട് ഇടാണ് ചെയ്യുന്നത്. ആ പേഴ്സണിന് വേണ്ടിയിട്ട് ഒരു ടൈമോ ഒരു സീസണിലോ ഒരു കാര്യം വരുമ്പോൾ നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ട് ദേഷ്യം വരുന്നതൊക്കെയാണ്. പക്ഷെ ഈസ് ദാറ്റ് പേഴ്സൺ വർത്ത് ഇറ്റ്? നിങ്ങളെ എഫേർട്ടിന് ഇനിയും വർത്ത് ഇറ്റ് ആണ്? ബിക്കോസ് ആ പേഴ്സൺ എന്തോ കാര്യം ചെയ്തിരിക്കണം നിങ്ങൾക്ക് അവരോട് ഹെയ്റ്റ് തോന്നാൻ വേണ്ടിയിട്ട്. സോ ഇനിയും എഫേർട്ട് ഇടാൻ വർത്ത് ഇറ്റ് ആണോ? ആൻഡ് തിങ് ഈസ് ദാറ്റ് ദേഷ്യം വേണ്ടെന്നല്ല, ദേഷ്യത്തിനൊരു ഭംഗി ഉണ്ടായിരുന്നതായ ഹെയ്റ്റ് ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ ആ ലവ് ബ്ലൈൻഡ് ഉണ്ടാവുമല്ലോ അത് മാറ്റും. ആ ലവ് ബ്ലൈൻഡ് മാറ്റിയിട്ട് നമ്മൾ ദേഷ്യം പിടിച്ചാലും പറയും അതിങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്തപ്പോ ഇങ്ങനെ 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 ലൈക്ക് ആ സാധനം ഫുൾ അവർ ചെയ്ത ബാഡ് എക്സ്പീരിയൻസ് നമ്മൾ എപ്പോഴും ബ്രേക്ക് ഡൗൺ ചെയ്യുക ദേഷ്യം പിടിക്കുന്ന ടൈമായിട്ടായിരിക്കും. സോ ബാഡ് എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം മനസ്സിലായി, അവർ ചെയ്ത ബാഡും കാര്യങ്ങളും എല്ലാം മനസ്സിലായി. ഓക്കെ, ഹെയ്റ്റ് ഉണ്ടായിട്ട് നൗ ആ ഹെയ്റ്റ് വിടലാണ്. ഹെയ്റ്റ് വിട്ടിട്ട് ദേ ഡോണ്ട് എക്സിസ്റ്റ് എന്നുള്ള രീതിയിൽ വെക്കലാണ്. കാരണം ഹെയ്റ്റ് കുറെ നാൾ പിടിക്കുമ്പോൾ രണ്ട് കുഴപ്പമാണ് വരാൻ പോകുന്നത്. ഫസ്റ്റ്, അവർക്കൊരു സ്റ്റിൽ എഫേർട്ട് ഇടാണ് ഹെയ്റ്റ് കൊടുക്കുകയാണ്. സെക്കൻഡ് തിങ്, അല്ല ഫസ്റ്റ് തിങ്ങിന്റെ ഹെയ്റ്റ് എന്ന് പറയുമ്പോൾ ലൈക്ക് ഇങ്ങനെയാണ്, ഐ ഹാവ് ഹെയ്റ്റ് ഫോർ ഹിം. ഐ ഹാവ് ഹെയ്റ്റ്, എനിക്കാണ് ഹെയ്റ്റ് ഉള്ളത്. അത് അവന് കൊള്ളുന്നുണ്ടോ ഇല്ലയോ എന്ന് വരെ അറിയില്ല. ഐ ഹാവ് ഹെയ്റ്റ് ഫോർ ഹിം, അതാണ്. സോ ഇറ്റ്സ് മണ്ടത്തരം. യു ആർ സ്റ്റിൽ ഹാവിംഗ് വെയിറ്റ് പിടിക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ട്. സോ ഇറ്റ്സ് ബാഡ്. സെക്കൻഡ് തിങ്, അവരോട് കുറെ നാൾ ഹെയ്റ്റ് ഉണ്ടെങ്കിൽ ചില ഡിസിഷന് അതായിട്ട് ഇൻഫ്ലുവൻസ് ആവുന്ന ചാൻസ് വളരെ അധികമാണ്. ഇഫ് പബ്ലിക് ആയിട്ടുള്ള പ്ലേസ് ഉണ്ട്, നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള പ്ലേസ്, ഇവിടെ ആ പേഴ്സൺ കൂടി ഉണ്ട്. സോ ദ തിങ് ഈസ് ദാറ്റ് ചില സമയം അവിടെ പോകേണ്ട ഒരു ഡിസിഷന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്, അവരുമായിട്ട് കണക്റ്റഡ് ഒന്നല്ല, അവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ആ ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾ പോവാണ്ടിരിക്കേണ്ട ചാൻസ് വളരെ അധികമാണ്. ബിക്കോസ് ആ പേഴ്സൺ അവിടെ ഉണ്ട് ആൻഡ് ഐ ഹേറ്റ് ഇമ്പോർട്ട് വലിയ സാധനം ഉണ്ടായതുകൊണ്ട്. സോ ആദ്യം സ്റ്റിൽ വർത്ത് ഇറ്റ്, നിങ്ങളെ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വരെ പോകാണ്ടിരിക്കാൻ വരെ വർത്ത് ഇറ്റ് ആണ്. വാട്ട് ഐ എം സെയിങ് ഈസ് ദാറ്റ് ദേഷ്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ ദേഷ്യം ഉണ്ടാവുക, ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് ഓക്കെ. കാരണം റിയാക്ഷൻ ആണ്. അപ്പൊ ദേഷ്യം ഉണ്ടെങ്കിൽ ആ സാധനങ്ങളിൽ നിങ്ങൾക്ക് ബാഡ് എക്സ്പീരിയൻസ് കാര്യങ്ങൾ മനസ്സിലായതിനു ശേഷം ജസ്റ്റ് ഫോർഗെറ്റ് ദം. ഇറ്റ് മേ ടേക്ക് ടൈം, പക്ഷെ അവരെ ഫോർഗെറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് റിമെമ്പർ ദ ബാഡ് എക്സ്പീരിയൻസ് ദേ ഡെലിവേർഡ്. ആ സാധനം ഫസ്റ്റ് കിട്ടിയ സാധനത്തിൽ തന്നെയാണ് ബാക്കിയുള്ള ഉത്തരം കിടക്കുന്നത്. സോ ജസ്റ്റ് ഫോർഗെറ്റ് ദം whoever they are. എക്സ്പീരിയൻസ് എടുക്കുക, ഇതാക്കാൻ, then just forget them. ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ യു വിൽ ലവ് യുവർ സെൽഫ് ട്രൂലി. അല്ലെങ്കിൽ നിങ്ങൾ ഹെയ്റ്റ്, അതായത് നിങ്ങൾക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ചെയ്താൽ നിങ്ങൾ പിന്നെയും എഫേർട്ട് ഇട്ടിട്ട് പരിഗണിക്കുന്നവരുണ്ടാവും. സോ ജസ്റ്റ് ലവ് യുവർ സെൽഫ് ആൻഡ് ജസ്റ്റ് forget them.